സ്കിൻ വൈറ്റൻ ചെയ്യാനും ലൈറ്റൻ ചെയ്യാനും നമ്മുടെ ടാൻ എല്ലാം റിമൂവ് ചെയ്യാനും പിഗ്മെൻറ്റേഷനെയൊക്കെ മാറ്റി നമ്മുടെ സ്കിന്നിന് ഒരു ഈവൻ ടോൺ തരാനും സ്കിൻ ടോണിനെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന സോപ്പ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് പോകാം. അതിന് മുമ്പ് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ, അതിനകത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതിനാളെന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾ ലഭിക്കുന്നതാണ്. സ്റ്റാർട്ട്. അപ്പോൾ ഞാൻ ഇതിനായിട്ട് ഇന്ന് ആദ്യം എടുക്കാൻ പോകുന്നത് സോപ്പ് ബേസ്. ഞാൻ എടുത്തിട്ടുള്ളത് ഗോട്ട് മിൽക്ക് സോപ്പ് ബേസാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലിസറിൻ സോപ്പ് ബേസ് എടുക്കാം, അല്ലെങ്കിൽ ഗോട്ട് മിൽക്ക് സോപ്പ് ബേസ് എടുക്കാം. ഗോട്ട് മിൽക്ക് സോപ്പ് ബേസ് കുറച്ചുകൂടെ നമുക്ക് സ്കിൻ ലൈറ്റൻ ചെയ്യാനും വൈറ്റൻ ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഘടകമാണ് ഗോട്ട് മിൽക്ക് ബേസ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിന്ന് ഗോട്ട് മിൽക്ക് ബേസ് എടുത്തിരിക്കുന്നത്. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു 50 ഗ്രാം സോപ്പാണ്. അപ്പോൾ ഞാൻ ഒരു 50 ഗ്രാം സോപ്പ് മെഷർ ചെയ്ത് എടുക്കാൻ പോകാം. അപ്പോൾ ഞാൻ ഒരു 50 ഗ്രാം സോപ്പ് ബേസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ സോപ്പ് ബേസ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ഡബിൾ ബോയിലർ മെത്തേഡിൽ ഹീറ്റ് ചെയ്തെടുക്കണം. ഞാനിങ്ങനെ 2 പാത്രം എടുത്തിട്ടുണ്ട്. 2 പാത്രത്തിലായിട്ട് ഈ ബേസിനെ മാറ്റിയിട്ടുണ്ട്. കാരണം ഇത് രണ്ടിലും 2 ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് അങ്ങനെയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിങ്ങനെ 2 പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഡബിൾ ബോയിലർ മെത്തേഡിലൊന്ന് ഹീറ്റ് ചെയ്തെടുക്കാം. വെള്ളം ഹീറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനിന്ന് തീ കുറച്ച് വെച്ച് കൊടുക്കുകയാണ്. പാല് പോലെ ആയിട്ടുണ്ട് കണ്ടു. അപ്പോൾ എല്ലാം ഏകദേശം മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ട ഇൻഗ്രീഡിയൻസ് ഒന്നൊന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫസ്റ്റ് ആഡ് ചെയ്യാൻ പോകുന്നത് മസൂർ ഡാലാണ്. മസൂർ ഡാൽ അറിയാലോ, ഇത് നന്നായിട്ട് സ്കിന്നിനെ ബ്ലീച്ച് ചെയ്യാനും ലൈറ്റൻ ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് മസൂർ ഡാൽ. അപ്പോൾ അത് ഞാനിങ്ങനെ നമുക്കിപ്പോൾ കുറച്ച് 2 ലൈറ്റാണല്ലോ നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ 1 സ്പൂൺ എടുത്ത് ഞാൻ 2 ലൈറ്റ് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഹാഫ് ടീസ്പൂൺ വെച്ച് ഹാഫ് മതി, 1 ലൈറ്റ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിൽ ഹാഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഇതിലും ഹാഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ കട്ടകളും നന്നായിട്ടൊന്ന് അതിൽ അലിഞ്ഞ് ചേരുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ലിക്കറൈസ് പൗഡറാണ്. അത് ഒന്നിൽ ലിക്കറൈസ് പൗഡർ ആഡ് ചെയ്യുന്നു, ഇനി ഒന്നിൽ വേറൊരു ഇൻഗ്രീഡിയൻ്റാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു ബേസിൽ മാത്രം ലിക്കറൈസ് പൗഡർ ഇതേപോലെ ഹാഫ് ടീസ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. ഹാഫ് ടീസ്പൂണാണ്. ലിക്കറൈസ് പൗഡർ അറിയാമല്ലോ, നമ്മുടെ സ്കിന്നിനെ ലൈറ്റൻ ചെയ്യാൻ സഹായിക്കുന്ന ഒരു മെയിൻ ഘടകമാണ്. ഇത് എല്ലാ ക്രീംസിലും വൈറ്റനിങ് ക്രീംസിലെല്ലാം ഈ ലിക്കറൈസ് പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഞാനിങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. എല്ലായിടത്തും നന്നായിട്ട് ഒരേ അളവിൽ ഈവനായിട്ട് മിക്സ് ആകുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്ത ബേസിൽ നമ്മൾ ഇടാൻ പോകുന്നത് നമ്മുടെ കോഫി പൗഡറാണ്. എല്ലാവർക്കും അറിയാവുന്നതാണ്. അതും ഇതേപോലെ ഹാഫ് ടീസ്പൂണാണ് ഞാൻ അടുത്ത ബേസിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. കോഫി പൗഡർ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ലൈറ്റൻ ചെയ്യാനും ഗ്ലോ ആക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കോഫി പൗഡർ. അപ്പോൾ ഞാനത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ വെള്ളത്തിൽ തന്നെ ഇരിക്കുന്നത് കൊണ്ട് നമ്മുടെ ബേസ് ചൂടായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ അതിലേക്കൊന്ന് നമുക്ക് ഇട്ട് നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് ഈവൺ ആവുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല കോഫിയുടെ മണം, ഇപ്പോൾ തന്നെ ഒരു ചായ കുടിക്കാൻ കോഫി ഇട്ട് കുടിക്കാൻ തോന്നുന്നു. ഇതായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് കോക്കനട്ട് ഓയിലാണ്. ഇത് നമ്മുടെ സ്കിന്നിനെ സോഫ്റ്റായിട്ടും മോയ്സ്ചറൈസായിട്ടും ഡ്രൈ ആവാതെ വെച്ചിരിക്കാൻ സഹായിക്കും. അപ്പോൾ അത് ഞാനിങ്ങനെ 1 ടീസ്പൂൺ വെച്ച് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വെള്ളം ഒന്ന് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അത് കാരണം ഞാനിന്ന് ഒന്നുകൂടെ ഒന്ന് ഹീറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാനിതിലേക്ക് പെർഫ്യൂം എടുത്തിട്ടുണ്ട്. 2 മണത്തിന് വേണ്ടിയാണ്. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കയ്യിലുണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി. ഇത് നമ്മുടെ സ്വന്തം ആവശ്യത്തിന് ഇത് ഒഴിക്കണമെന്നില്ല, മണത്തിന് വേണ്ടിയാണ്. ഞാൻ 2 തുള്ളി വെച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ക്യാമറ ഓണാക്കാൻ മറന്നുപോയി. അപ്പോൾ ഇനി ഞാൻ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. അപ്പോൾ ചൂട് തണുക്കുന്നതിന് മുമ്പേ നമുക്കിനി മോൾഡിലേക്ക് ഒഴിച്ച് കൊടുക്കണം. മോൾഡിൽ ഞാൻ എണ്ണയൊക്കെ തടവി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മോൾഡിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ആദ്യം ഒഴിച്ച് കൊടുക്കാൻ പോകുന്നത് ലിക്കറൈസിൻ്റെ ബേസാണ് ഫസ്റ്റ് ഞാൻ ഒഴിച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ലിക്കറൈസിൻ്റെ ബേസ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി അടുത്തായിട്ട് കോഫിയുടെ ബേസ് അതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു 1 മണിക്കൂർ വച്ചിരിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് അൺമോൾഡ് ചെയ്യാം. 1 അവർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഈ സോപ്പിനെ ഒന്ന് അൺമോൾഡ് ചെയ്യാം.
കോഫി ആൻഡ് ലിക്കറൈസ് സോപ്പ് ഇവിടെ റെഡിയാണ്. അപ്പോൾ നമ്മുടെ സോപ്പ് ഇവിടെ റെഡിയാണ്. ഇതിൽ കോഫിയും ലിക്കറൈസും അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ സ്കിന്നിലെ ടാൻ എല്ലാം റിമൂവ് ചെയ്യാനും നമ്മുടെ പിഗ്മെൻറ്റേഷനെയൊക്കെ മാറ്റാനും സഹായിക്കുന്നു. അതുപോലെ തന്നെ ഇത് ഗോട്ട് മിൽക്ക് ബേസ് എടുത്ത് ചെയ്തത് കൊണ്ട് തന്നെ ഗോട്ട് മിൽക്കിൽ ധാരാളം ലാക്റ്റിക് ആസിഡിൻ്റെ റിച്ച് കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ സ്കിന്നിലെ ടാൻ എല്ലാം റിമൂവ് ചെയ്യാൻ ഈസി ആയിട്ട് സഹായിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് കമൻറ്റ്സ് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ.